സ്കൂള് വീട് ഇവൻ റൂമിൽ തന്നെ എപ്പോൾ ഉണ്ടാവുക. അവൻ്റെ ഉപ്പി ഉമ്മി നോക്കിയില്ല റൂമിൽ നിന്നാ കളിക്കുന്നതെന്ന്. പിറ്റേ ദിവസം അയാൾ കുട്ടീനെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അന്നത്തെ ഇറങ്ങാൻ നിൽക്കുക ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പോലീസേ, എന്തുകൊണ്ടാ നിങ്ങൾ എൻ്റെ മോൻ ഇങ്ങനെയാന്ന് പറയാതിരുന്നത്? എൻ്റെ മോനെ പോയി കൂട്ടിക്കൊണ്ടുപോകാന്ന് മാത്രം പറഞ്ഞത് എന്താ നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഒരച്ഛൻ്റെ വേദന നമുക്ക് ശരിക്കറിയാം. നിങ്ങളെ ഭാര്യയോടും നിങ്ങളോട് ചെക്കൻ കുടിച്ച് പൂസായി അല്ലെങ്കിൽ കള്ളു കുടിച്ച് MDMA മേടിച്ച് നശിച്ചു എന്ന് പറയാൻ മാത്രം വിവരം കെട്ടവരല്ല പോലീസുകാർ. നിങ്ങളെ മകൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ പോലീസുകാർ. നിങ്ങളിവിടെ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഞാളോട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവനെ എരഞ്ഞിപ്പാലത്തുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവന്ന്. അറിയുങ്ങൾ ഈ ചെക്കൻ എന്തിനാ പോയെന്നറിയാമല്ലോ? ഈ ചെക്കൻ ഏറ്റവും ഭീകരനായുള്ള കഞ്ചാവ് കടത്തുകാരനായിരുന്നു. സ്കൂള് വീട് ഇവൻ റൂമിൽ തന്നെ എപ്പോൾ ഉണ്ടാവുക. അവൻ്റെ ഉപ്പി ഉമ്മി നോക്കിയില്ല റൂമിൽ നിന്നാ കളിക്കുന്നതെന്ന്. ഈ കുട്ടികൾ പറഞ്ഞല്ലോ പഠിക്കാൻ ഇഷ്ടമില്ല എന്ന്. അങ്ങനെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടി വാതിലടച്ച് പഠിക്കാനിരിക്കുവോ? അവനെ നിയന്ത്രിക്കാൻ നിരീക്ഷിക്കാൻ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ശക്തിയില്ലാതെ പോയത് കൊണ്ട് ഓനെ കിട്ടി. ഭാഗ്യത്തിനോനെ കിട്ടി, ഏതോ നിസ്സീബ് കൊണ്ടാ കിട്ടിയത്. അന്നും ഓനെ പിടുത്തം കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പയ്യോളി കണ്ട ഏറ്റവും ഭീകരനായ മയക്കുമരുന്ന് കടത്തുകാരനാകുമായിരുന്നു അവൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2 കള്ളന്മാരുടെ കഥ എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കണം. നമ്മളെ മുഹമ്മദ് നബി ഇല്ലേ, അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഓരോ വചനങ്ങൾ നിങ്ങളോട് പറഞ്ഞു വന്നത്. മുഹമ്മദ് നബിയുടെ ഏറ്റവും എന്നെ സ്വാധീനിച്ച ഒരു വാചകമുണ്ട്. കള്ളം ചെയ്തത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ വെട്ടുക തന്നെ വേണം. പറഞ്ഞില്ലേ അദ്ദേഹം? എൻ്റെ മകളാണെങ്കിലും കൈ വെട്ടുക തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ കള്ളമാണെന്ന്. നിങ്ങൾ ആരെങ്കിലും മകൻ ചെയ്ത തെറ്റ് വിളിച്ചു പറഞ്ഞോ? മകനോട് പറഞ്ഞോ? നിങ്ങൾ അത് ഏറ്റു പറയാൻ കഴിയാത്ത അനുയായികളായി നിങ്ങൾ മാറരുത്. അത് മാത്രം നിങ്ങൾ അനുസരിക്കണം. അതുകൊണ്ട് സൂക്ഷിക്കണം.